കോട്ടയം തിരുവാതുക്കലിൽ ഇരട്ടക്കൊലപാതകം, പ്രതി പിടിയിൽ. 24 മണിക്കൂറിനകത്താണ് പ്രതി പിടിയിലായത്. അസം സ്വദേശിയായ അമിത് ഒറാങ്ങാണ് പ്രതി. തൃശ്ശൂരിൽ മാളയ്ക്കടുത്ത് മേലടൂർ ഒരു കോഴിഫാമിൽ വെച്ചാണ് പ്രതിയെ പിടികൂടിയത്. മൊബൈൽ ഫോൺ ലൊക്കേഷൻ വെച്ചാണ് പ്രതിയിലേക്ക് എത്തിയത്. 10ലേറെ മൊബൈൽ ഫോണുകളും അതിലേറെ സിം കാർഡുകളും ഇയാളുടെ കൈവശമുണ്ടായിരുന്നു. 2 പേരുടെയും മൊബൈൽ ഫോണുകൾ ഇയാൾ മോഷ്ടിച്ചിരുന്നു. അതിൽ ഒരെണ്ണം സ്വിച്ച് ഓൺ ആയതിനാലാണ് ടവർ ലൊക്കേറ്റ് ചെയ്യാൻ പറ്റിയത്. മുൻ വൈരാഗ്യമാണ് കൊലയ്ക്ക് പിന്നിൽ. നേരത്തെ വിജയകുമാർ കൊടുത്ത കേസിൽ ഇയാൾ അകത്തുപോയിരുന്നു. 5.5 മാസത്തോളം റിമാൻഡിലായിരുന്നു. ഇയാളെ ജാമ്യത്തിലെടുത്തത് കോട്ടയത്ത് തന്നെയുള്ള 2 സ്ത്രീകളാണ്. അതിനെ പറ്റിയുള്ള അന്വേഷണം ഉണ്ടാവും. റിമാൻഡിൽ കിടന്നതിനെ തുടർന്ന് ഇയാളുടെ ഭാര്യ ഉപേക്ഷിച്ചു പോയതുകൊണ്ടുള്ള പ്രതികാരമാണ് കൊലപാതകത്തിലേക്ക് എത്തിച്ചത്. വിജയകുമാറിൻ്റെയും ഭാര്യ മീരയുടെയും മകൻ ഗൗതം 2017 ജൂൺ മാസത്തിലാണ് റെയിൽവേ ട്രാക്കിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. അതിനെപ്പറ്റി CBI അന്വേഷിക്കുന്നുണ്ട്. ഈ 2 കൊലപാതകങ്ങൾ തമ്മിൽ ബന്ധമില്ലെന്നാണ് നിഗമനം. കൃത്യമായ പ്ലാനിങ്ങോടുകൂടിയായിരുന്നു പ്രതിയുടെ ക്രൂരകൃത്യം. കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ പോസ്റ്റ്മോർട്ടത്തിന് ശേഷം വിജയകുമാറിൻ്റെയും ഭാര്യ മീരയുടെയും മൃതദേഹം മടവാതൂരിലെ സ്വകാര്യ ആശുപത്രിയിലെ മോർച്ചറിയിലേക്ക് മാറ്റി. വിദേശത്തുള്ള മകൾ എത്തിയതിന് ശേഷം സംസ്കാരമുണ്ടാകും. ഇതുപോലെയുള്ള ന്യൂസ് അപ്ഡേറ്റുകൾ ലഭിക്കാനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ.